സ്റ്റേജ് മാറാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അത് റിഫർ ചെയ്യുക, അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ലേസർ, പിന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് സെമി കണ്ടക്ടർ ലേസർ, പ്രോപ്പർട്ടീസ് ഓഫ് ലേസറും ആപ്ലിക്കേഷൻ ഓഫ് ലേസറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി, ഒരുവിധം ഫസ്റ്റ് മോഡ്യൂളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും നമ്മുടെ സീരീസ് എക്സാംസ് ഒക്കെ ഉടനെ വരും. ഒരു ഒക്ടോബർ 16 ആകുമ്പോഴേക്കും നിങ്ങളുടെ ഫസ്റ്റ് സീരീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതിനുള്ളിൽ എന്തായാലും ടീച്ചേഴ്സ് 2 മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ എടുത്തോളത്തോളം വരെ നിങ്ങൾക്ക് എക്സാമിനുണ്ടാവും. പക്ഷേ ഓരോ ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് ഫസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ 2 മോഡ്യൂൾസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനുണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് സീരീസ് വരുന്നത് നവംബർ 29-നുള്ളിലും അതും കംപ്ലീറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ എൻഡ് ചെയ്യുന്നത് ഡിസംബർ 5-നാണ്. ആൻഡ് യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് 15 ഡിസംബർ. ഓക്കെ, 15 ഡിസംബറിന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ജനുവരി 5-ന് നിങ്ങളുടെ സെക്കൻഡ് സെമ്മ് തുടങ്ങും. ഇങ്ങനെയാണ് നിങ്ങളുടെ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ ആസ് സച്ച്. ഇപ്പോൾ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഡേറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം കവറാക്കി വരും. സോ ഫസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഉണ്ട്. നമുക്കൊരു മിനിമം 2 to 3 വീക്സ് ഉണ്ടാവുള്ളൂ. 3 വീക്സ് ഉണ്ടോയെന്നറിയില്ല. ഓക്കെ, 2 വീക്സ് അറൗണ്ട് അത്ര ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫിസിക്സിനെ പറ്റി മെയിൻലി ഡിസ്കസ് ചെയ്യുന്നു. മെയിൻലി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അല്ലെങ്കിൽ കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയാണ്, അതൊക്കെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫിസിക്സിൻ്റെ കേസിൽ നമുക്ക് 2 മൊഡ്യൂളാണ് ഉള്ളത്. ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സും പിന്നെ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഈ 2 മൊഡ്യൂളാണ് നിങ്ങൾക്കുള്ളത്. അതിൽ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ, അതായത് ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അല്ലെങ്കിൽ മെയിൻലി മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ഒപ്റ്റിക് ഫൈബർ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റിലെ ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ 3 മാർക്കിനും അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെ വരുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് റൂബി ലേസർ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ലേസർ, പിന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് സെമി കണ്ടക്ടർ ലേസർ, പ്രോപ്പർട്ടീസ് ഓഫ് ലേസറും ആപ്ലിക്കേഷൻ ഓഫ് ലേസറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷനും പ്രിൻസിപ്പിളും ചോദിക്കും, ഒന്നില്ലെങ്കിൽ റൂബിയുടെ, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ലേസറിൻ്റെ, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണത്. പിന്നെ അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ലേസറും ആപ്ലിക്കേഷൻ ഓഫ് ലേസറും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ, പമ്പിങ്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ്, ആ വക ടോപ്പിക്സും നമുക്ക് അറിഞ്ഞിരിക്കണം. ആക്ച്വലി ഈ ചാപ്റ്ററിൽ മിക്കതിലും എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഇതിൽ ഈ 2 ടോപ്പിക്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ബ്ലോക്ക് ഡയഗ്രാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ന്യൂമറിക്കൽ അപ്പർച്ചർ ഡെറിവേഷൻ, അത് റിലേറ്റഡ് പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, മിക്ക എല്ലാ ടോപ്പിക്സും ഇതിൽ നിന്ന് വരാറുണ്ട്. പക്ഷെ മെയിൻലി ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ റൂബി ലേസറും കാർബൺ ഡയോക്സൈഡ് ലേസറും എന്തായാലും അറിഞ്ഞിരിക്കണം. പ്ലസ് സെമി കണ്ടക്ടർ ലേസർ, അത് മസ്റ്റായിട്ട് അറിയണം. പിന്നെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതും. പിന്നെ ന്യൂമറിക്കൽ അപ്പർച്ചർ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. ഡെറിവേഷൻ അതിലുള്ളതുകൊണ്ട് ചിലപ്പോൾ ഡെറിവേഷൻ ചോദിക്കാം. പിന്നെ ലേസറിൻ്റെ പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, അതിൻ്റെ റിഗാർഡിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, പോപ്പുലേഷൻ ഇൻവേർഷൻ, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, അതൊക്കെ. ഇനി കമ്മിങ് ടു സെക്കൻഡ് മൊഡ്യൂൾ, ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷനിൽ നമ്മൾ കമ്മിങ് ടു സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് റിംഗ്, അതിൻ്റെ ബേസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാനിപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസ് സീരീസിനും വരാറുണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റിക്കും വരാറുണ്ട്. ഓക്കെ, ന്യൂട്ടൻ്റെ റിംഗ്, ആ ക്വസ്റ്റ്യൻ അത് ബേസ് ചെയ്ത് അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. പിന്നെ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ് ആൻഡ് വേവ് ലെങ്ത്, അതും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഡിസ്പേഴ്സീവ് ആൻഡ് റിസോൾവിങ് പവർ, അതും വരാറുണ്ട്. പിന്നെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ഓക്കെ, അതും റിലേറ്റഡും വരാറുണ്ട്. ഇതൊക്കെയാണ് മെയിൻലി ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ എയർ വെഡ്ജ് മെഷർമെൻറ്റ് ഓഫ് തിക്നെസ് ഓഫ് തിൻ ഷീറ്റ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ന്യൂട്ടൺ റിങ്സ് ഇമ്പോർട്ടൻ്റ്, എയർ വെഡ്ജിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, അതെന്താ, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് കൺസ്ട്രക്ഷൻ, ഗ്രേറ്റിംഗ് ഇക്വേഷൻ, ഡിഫ്രാക്ഷൻ്റെ ഗ്രേറ്റിംഗ് ഇക്വേഷൻ, ആ സംഭവം, ആ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിസ്പേഴ്സീവ് ആൻഡ് റിസോൾവിങ് പവർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്നാലും നമുക്കൊരു ഐഡിയ വേണം. ഇമ്പോർട്ടൻ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക്
അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്വയം എഴുതാനെങ്കിലും നമുക്കുള്ളൊരു ഇത് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ ടോപ്പിക്സ് അത്രയും മസ്റ്റായിട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കാം 2 മൊഡ്യൂളിൽ. ഓക്കെ, അതിൽ നിന്ന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ഷുവറാണ്. എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. അതാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് 2 മാർക്സിനെങ്കിലും നിങ്ങൾക്കത് എഴുതാൻ പറ്റും. നമുക്ക് സീരിയസ് എക്സാമിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. പാർട്ട് ബിയിൽ കൂടുതലും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അത് ഒരു മൊഡ്യൂളിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓറായിട്ട്. അതുപോലെ അടുത്ത മൊഡ്യൂളിലും ഓറായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിലപ്പോൾ 14 മാർക്ക് 7 A B എന്ന് പാർട്ട് ബിയിൽ A B ഒരു ക്വസ്റ്റ്യനിന് A B തന്നിട്ട് 7 മാർക്ക് അല്ലെങ്കിൽ 14 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏത് മൊഡ്യൂൾ 1-ൽ 2 ക്വസ്റ്റ്യൻ തരും ഓറായിട്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. 7A 7B എന്നും പറഞ്ഞിട്ട് ഒരു എക്സാമ്പിളാണ് 7A 7B എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യനും 7 മാർക്ക് വെച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് അവർ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തരും. അങ്ങനെ വരാൻ സാധ്യതയില്ല, കൂടുതലും 7 അങ്ങനെയൊക്കെ ആയിരിക്കും മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ 3 മാർക്കിൻ്റെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 3 മാർക്കിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്പേഴ്സീവ് റിസോൾവിംഗ് പവർ, അതിൻ്റെ ഡിഫറൻസ്, പിന്നെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവും, പിന്നെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്താ, അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസൊക്കെ 3 മാർക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ പണ്ടത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് KTUവിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ KTUവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും. അതും റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസൊക്കെ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ചെയ്യുന്നത്. ഈ 2024 സ്കീമിൻ്റെ മാത്രമല്ല 2019 സ്കീമിൻ്റെ നിങ്ങൾക്ക് നോക്കാം. ഭയങ്കര ഡിഫറൻസ് എന്ന് പറയാനില്ല. ചില ടോപ്പിക്സ് അവർക്ക് 2019 കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ മൊഡ്യൂൾ ഉണ്ട്. അവർക്ക് 5 മൊഡ്യൂൾ ഉണ്ടായിരുന്നു, നമുക്ക് 4 മൊഡ്യൂൾ. ഓക്കെ, എന്നാലും അത്യാവശ്യം മൊഡ്യൂൾസിൽ സെയിം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സിലബസ് വെച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്ന് നോക്കാം. അത് പഠിക്കാം, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് അത്രയും മാർക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് അത് യൂസ് ആവും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് ഞങ്ങളുടെ S1 ടൈം ആയപ്പോൾ നമുക്ക് S1 ഡിസംബറിലായിരുന്നു എക്സാം. അപ്പോൾ അതായത് യൂണിവേഴ്സിറ്റി എക്സാം. ആ ടൈമിൽ ഇവർ 4 മൊഡ്യൂളും അറ്റ സ്ട്രെച്ച് ലൈവ് പോയായിരുന്നു, ഒരു 7 hours സംതിങ്. അതൊക്കെ അവരുടെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്കത് റിഫർ ചെയ്യാം, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒട്ടുമിക്ക എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അവരവിടെ കവർ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്നും അറിയാത്ത ആൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും ആ മൊഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ. ഭയങ്കര യൂസ്ഫുള്ളാണ്, നീ എന്തായാലും അത് കണ്ടു നോക്കണം. ഓക്കെ, അത് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും 4 മൊഡ്യൂൾസ് എന്താ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് നോക്കി പഠിക്കണം, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. ആ കൺഫ്യൂഷൻ സ്റ്റേജ് മാറാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അത് റിഫർ ചെയ്യുക, അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അവർ S1 യൂണിവേഴ്സിറ്റി എക്സാംസിന് വേണ്ടി ഫുൾ മൊഡ്യൂൾ അവർ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഫിസിക്സ് ഉണ്ട്, മെക്കാനിക്സ് ഉണ്ട്, എല്ലാ സബ്ജക്റ്റും അവർ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ ഞാൻ നോക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു.